ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ന് നാം സ്മരിക്കുന്നത് സുന്ദരമായൊരു മൂർത്തിയാണ്. ആ മൂർത്തിയുടെ ഒരു വ്രതത്തിനെ കുറിച്ചാണ്. ജീവിത സാക്ഷാത്കാരത്തിന് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്ന മൂർത്തികളിൽ വെച്ച് ഏറ്റവും പ്രബലനായൊരു മൂർത്തിയുടെ വ്രതത്തിനെ കുറിച്ചാണ് നാം ആരാധിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. സ്കന്ദ ഷഷ്ഠി വ്രതം. 27-ാം തീയതി, ഒക്ടോബർ 27-ാം തീയതി തിങ്കളാഴ്ച സ്കന്ദ ഷഷ്ഠി വ്രതമാണ്. തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലുള്ള ഷഷ്ഠി വ്രതമാണ് സ്കന്ദ ഷഷ്ഠിയായി ആഘോഷിക്കുന്നത്. ഈ സ്കന്ദ ഷഷ്ഠി, സ്കന്ദന്റെ സുബ്രഹ്മണ്യനാണല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്കന്ദ ഷഷ്ഠി വ്രതം വളരെ പ്രധാനമാണ്. അത് വളരെ ചിട്ടയോടുകൂടി ചെയ്യേണ്ടതാ. ശരിക്ക് 6 ദിവസത്തെ വ്രതമാണ് സ്കന്ദ ഷഷ്ഠി വ്രതം. അതായത് പ്രഥമയ്ക്ക് തുടങ്ങിയിട്ട് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി 5 ദിവസം നോറ്റ് 6-ാം ദിവസം ഷഷ്ഠി വ്രതം ചെയ്ത് ആ പാരണ ചെയ്ത് കർമ്മങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഭഗവത് തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നതാണ് സ്കന്ദ ഷഷ്ഠി വ്രതം. അത് മുഴുവൻ സാധിക്കാത്തവർക്ക് പഞ്ചമിയുടെ അന്ന് ഒരിക്കൽ നോറ്റ് ഷഷ്ഠി പിറ്റേ ദിവസം നോറ്റ് ചടങ്ങുകൾ അവസാനിപ്പിക്കാവുന്നതാണ്. ഇതിന്റെ കഥയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ബ്രഹ്മാവിനെ ബന്ധനസ്ഥനാക്കി. അങ്ങനെ ബ്രഹ്മാവ് ഒരു ശാപം കൊടുത്തു. സുബ്രഹ്മണ്യ സ്വാമി ഒരു മഹാസർപ്പമായി രൂപം കൊള്ളുന്നു. ആ അപ്രത്യക്ഷമായി സർപ്പായപ്പോ കുട്ടിയെ കാണാതെ പരിഭ്രമിച്ച പാർവതി മഹാദേവനോട് അപേക്ഷിച്ചു, എനിക്ക് ആ പുത്രനെ വീണ്ടും കിട്ടണേ എന്നങ്ങനെ അപേക്ഷിച്ചു. പുത്രൻ പറഞ്ഞു, ഒന്നേ മാർഗമുള്ളൂ, ദേവിയെ ആരാധിച്ചോളൂ, മാത്രമല്ല നിന്റെ മകനായ സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെ പ്രാർത്ഥിച്ചോളൂ, എന്നാലേ ഇതിന് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി നീ ഷഷ്ഠി വ്രതം നോൽക്കണം. ഷഷ്ഠി ദേവിയെ ആരാധിച്ച് ആ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിച്ച് 2 ആരാധന വരെ നടക്കുന്നത്. ഒരു ദേവി ആരാധനയും സ്കന്ദന്റെ ആരാധനയും ഒരുമിച്ച് നടക്കുന്ന ഷഷ്ഠി വ്രതം നോൽക്കാൻ പറഞ്ഞു. അങ്ങനെ പാർവതി 108 ഷഷ്ഠി വ്രതങ്ങൾ നോറ്റു. ആ 108 ഷഷ്ഠി വ്രതങ്ങൾ നോറ്റപ്പോൾ ആ എല്ലാ വിഷ്ണു പ്രവൃത്തികളും എല്ലാ ദേവന്മാരും അമ്മയുടെ അടുത്തേക്ക്, പാർവതി ദേവിയുടെ അടുത്തേക്ക് കൈലാസത്തിലേക്ക് എത്തി. അങ്ങനെ വിഷ്ണു ഭഗവാൻ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ആ സുബ്രഹ്മണ്യ സ്വാമി സർപ്പമായി, മഹാസർപ്പമായി പാർവതിയുടെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. പാർവതി ഇത് കണ്ട് പേടിച്ചു പോയി, പരിഭ്രമിച്ചു പോയി. ഇത് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ ചെന്നിട്ട് കൈകൊണ്ട് തനിയെ ആ സുബ്രഹ്മണ്യ സ്വാമി എന്നങ്ങോട്ട് സ്പർശിച്ചു. അതോടുകൂടി ആ സുബ്രഹ്മണ്യ സ്വാമി സർപ്പത്തിന്റെ രൂപം വിട്ട് തന്റെ മനോഹരമായ, കോമളമായ, ആനന്ദരൂപമായ, ആ സുകുമാരമായ ആ രൂപത്തിനെ ആ പാർവതിയിലേക്ക് വീണ്ടും കാണിച്ചു കൊടുത്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, സന്താനങ്ങൾക്ക് അപകടങ്ങൾ വരുമ്പോൾ, സന്താനങ്ങൾക്ക് അബദ്ധങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ടി അമ്മമാർ അനുഷ്ഠിക്കേണ്ട വ്രതമാണ് സ്കന്ദ ഷഷ്ഠി വ്രതം അല്ലെങ്കിൽ ഷഷ്ഠി വ്രതം. ഈ സമയത്ത് ചൊല്ലാവുന്ന കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പറ്റുച്ചാൽ 7-6 ദിവസം ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചമിയുടെ അന്നെങ്കിലും തുടങ്ങിയിട്ട് ഷഷ്ഠിക്കും ചെയ്യുക. ഇനി അതും പറ്റില്ലെങ്കിൽ ഷഷ്ഠിയുടെ അന്നെങ്കിലും കാലത്ത് നേരത്തെ കുളിച്ച് വന്ന് ഭസ്മം തൊട്ട് അന്ന് ഷഷ്ഠി വ്രത ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാൻ, നിരാഹാരം ഇരിക്കാൻ പറ്റിച്ച വളരെ നല്ലതാണ്. മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയുന്നത് നിരാഹാരത്തിൽ കൂടെയാ. അങ്ങനെ നിരാഹാരം ചെയ്ത് ആ സ്കന്ദന്റെ അമ്പലങ്ങളിൽ പോയി തൊഴുത് അവിടെ കാവടിയൊക്കെ എടുത്ത് ആടി കളിച്ച് അന്ന് ജപിക്കാവുന്ന സുന്ദരമായൊരു ശ്ലോകമാണ് കാർത്തികേയ കരാവലംബ സ്തോത്രം. കാർത്തികേയ കരാവലംബ സ്തോത്രമാണ് ഇവിടെ ജപിക്കുന്നത്. ഇത് ഇതാണ്, നല്ല ബലമുള്ളതാണ്. ഒരുപാട് ആൾക്കാർ വായിച്ച് ഗുണം കിട്ടിയതാണ്.
ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ മുമ്പിരുന്ന അങ്ങയുടെ കയ്യ് തന്ന് എന്നെ പിടിക്കണേ എന്നങ്ങ് അപേക്ഷിക്കുന്ന സുന്ദരമായ ശ്ലോകമാണ് ഇവിടെ ജപിക്കുന്നത്. ഷഷ്ഠി ദിവസം ഈ ശ്ലോകങ്ങൾ ജപിക്കുന്നത്, ഈ 5 ശ്ലോകങ്ങൾ ജപിക്കുന്നത് വളരെ പ്രധാനമാണ്. ഓംകാരൂപ ശരണാശ്രയ സർവസൂനോ ശൃംഗാരവേല സകലേശ്വര ദിനബന്ധോ സന്താപനാശന സനാതന ശക്തിഹസ്ത ശ്രീകാർത്തികേയ മമ ദേഹികരാവലംബം പഞ്ചാദ്രിവാസ സഹജസുര സൈന്യനാഥ പഞ്ചാമൃത പ്രിയ ഗുഹ സകലാധിവാസ ഖണ്ഡേന്ദു മൗലിതനയാമയിൽ വാഹനസ്ഥ ശ്രീകാർത്തികേയ മമ ദേഹികരാവലംബം ആവദ്വിനാശകുമാരകചാരുമൂർത്തേ താപത്രയാന്തകദയാപരതാരകാരേ ആർത്താഭയപ്രദ ഗുണത്രയ ഭവ്യരാശേ ശ്രീകാർത്തികേയ മമ ദേഹികരാവലംബം വല്ലീപതേ സുകൃതദായക പുണ്യമൂർത്തേ സ്വർലോകനാഥ പരിസേവിത ശംഭുസൂനോ ത്രൈലോക്യനായക ഷഡാനന പൂതപാദ ശ്രീകാർത്തികേയ മമ ദേഹികരാവലംബം ജ്ഞാനസ്വരൂപ സകലാത്മക വേദവേദ്യ ജ്ഞാനപ്രിയാഖില ദുരന്ത മഹാവനാഗ്നേ ദീനാവന പ്രിയ നിരാമയ ദാന സിന്ധോ ശ്രീകാർത്തികേയ മമ ദേഹികരാവലംബം. ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. ജ്ഞാനപ്പഴം എന്നാ പറയാ സുബ്രഹ്മണ്യനെ. ഈ സുബ്രഹ്മണ്യനെ സേവിച്ചാൽ ജ്ഞാനമുണ്ടാകുന്നു. നമ്മളെ ജാതകത്തിന്റെ നാഥനാണ് സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് ആ സുബ്രഹ്മണ്യ സ്വാമിയെയും സർപ്പത്തിന്റെ പ്രതിമയും വെച്ചിട്ട് ആ ജാതകക്കാര് ജാതകം നോക്കാനിരിക്കുക. ഈ ജാതകത്തിനെ നിയന്ത്രിക്കാൻ, ഗ്രഹദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ ഒക്കെ ഈ ഷഷ്ഠീവ്രതം നോൽക്കുകയും ഈ കാർത്തികേയ വ്രതം വേണ്ടതുപോലെ നോൽക്കുകയും ചെയ്താൽ ജീവിതം സാർത്ഥകമാകുന്നു. അതുകൊണ്ട് ഈ 27-ാം തീയതി വരാൻ പോകുന്ന 27-ാം തീയതി ഒക്ടോബർ 27 നടക്കുന്ന ആ ഷഷ്ഠീവ്രതം, സ്കന്ദ ഷഷ്ഠീവ്രതത്തിൽ എല്ലാവരും ഷഷ്ഠീവ്രതം നോക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് അമ്മമാരെ, കുട്ടികൾക്ക് വേണ്ടി, സന്താന ഭാഗ്യത്തിന് വേണ്ടി ഈ ഷഷ്ഠീവ്രതം നോക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സോനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ.